ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണേ. വീട്ടിൽ പോയപ്പോൾ അമ്മേന്റെ മുടി മുറിക്കണം എന്ന് അമ്മ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ കത്രികയും ചീർപ്പൊക്കെ എടുത്ത് റെഡി എന്ന് പറഞ്ഞു നിന്നു. മടഞ്ഞിടുമ്പോൾ നീളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അധികം നീളത്തിൽ മുറിക്കാൻ വിടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ മുറിയാണല്ലോ, ഞാൻ അത്യാവശ്യം ചെരിച്ചാണ് അതിന് തന്നെ വെട്ടിക്കൊടുത്തത്. പിന്നെ അത് ലെവലാക്കി വരുമ്പം കുറച്ച് നീളം അങ്ങോട്ട് കുറഞ്ഞു പോയി. അതെല്ലാം സ്വാഭാവികമാണ്. അമ്മക്ക് എപ്പോൾ നീളുള്ള മുടി വേണം, എന്നിട്ട് അത് മടിഞ്ഞ് ഇങ്ങനെ ഇടും. പണ്ടല്ല സ്കൂളിൽ PTA മീറ്റിംഗ് എല്ലാം വരുമ്പോൾ എല്ലാവരും പറയണേ നിന്റെ നമുക്ക് കുറേ മുടിയുണ്ടല്ലേ. ആ പാരമ്പര്യം ഭാഗ്യത്തിന് കൈമാറി എനിക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അമ്മക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലേനും, കാരണം ഞാൻ മുടിന്റെ നീളം കുറച്ചെന്ന് പറഞ്ഞാൽ എന്നെ കുറേ കലമ്പി. പിന്നെ ഞാൻ ഒരുവിധ സമാധാനിപ്പിച്ച് മുടിയല്ലേ വളരും നിലം വന്നു. അമ്മേന്റെ മുടി മുറിക്കൽ കാണാൻ വേണ്ടി കുറച്ച് ഓഡിയൻസ് എല്ലാം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ മുടി മുറിക്കുന്നതിന്റെ പകുതി എല്ലാവരും കൂടെ ഉറങ്ങിപ്പോയി. ഞങ്ങളെ വീട്ടിൽ ആദ്യം 9 പൂച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൻ്റെ അകത്ത് 3 പൂച്ചയേ ഉള്ളൂ. ആരോ വിഷം കൊടുത്തിയാണോ കാണാണ്ടായതാണെന്ന് അറിയില്ല. എല്ലാം ചത്തുപോയി, കാണാതായി, അങ്ങനെയൊക്കെ സംഭവിച്ചു. അതിനെപ്പറ്റിയെല്ലാം പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മുടി മുറിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്ക് ലോങ് ഹെയർ വേണമെന്നുണ്ടാവും, പക്ഷെ കുറച്ച് ലോങ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷോൾഡർ ലെങ്ത് വെച്ച് അങ്ങ് വെട്ടിയാലോ. പക്ഷെ ആ ലെവലിൽ വെട്ടാനുള്ള കോൺഫിഡൻസ് ആയില്ല. ആവുമ്പോൾ നോക്കാം.